Hi guys, welcome back to Changel's Beautiful World. എന്താ കാണിക്കുന്നത്? ക്രിസ്മസ് കരോള് ടഫ്മ, അതായത് താരി ഫോസ്റ്റർ മലയാളി അസോസിയേഷൻ. നമ്മള് ടഫ്മാക്കാര് കരോൾ ആഘോഷിച്ചത്. ക്രിസ്മസ് കരോൾ ഞങ്ങൾ ഓസ്ട്രേലിയയിലും പാടി. അതാണ് കാണിച്ചിരുന്നത്. അതായത് നമ്മളെ അടുത്തുള്ള വീടുകളിലെല്ലാം നടന്നു പോയി അതുപോലെ എല്ലാവരും നിന്ന് പാട്ടൊക്കെ പാടി ആഘോഷിച്ചു. ചില വീട്ടിൽ നമ്മൾ നടന്നു പോയി, ചില വീട്ടിൽ കാറിൽ പോകെ. So much fun some homes and some homes is not fun. So നല്ല രസമുണ്ട്. അതായത് നമ്മൾ ഒരുപാട് കാറൊക്കെ ഇങ്ങനെ വെളിയിൽ കൊണ്ടിട്ട് ഒത്തിരി ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഓസികളൊക്കെ ഇറങ്ങി വന്ന് ചോദിക്കുക എന്താ സംഭവം, എന്താ ഇത്. അവർക്ക് ഇങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഇത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കുറേ പേര് എന്നിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തവരൊക്കെ ഉണ്ട്, കുറച്ച് പേര് ഇടയ്ക്കൊക്കെ. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും സാൻഡേയും അങ്ങനെ നമ്മൾ ഓരോ വീട്ടിൽ നിന്ന് എല്ലാവരും നമ്മളെ വീട്ടിൽ എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാരിറങ്ങിയായിരുന്നു. അങ്ങനെ ജാതി മത ഭേദമന്യേ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം അങ്ങനെ എല്ലാവരുടെ കൂടെയുള്ള ഒരു ആഘോഷമായിരുന്നു. എല്ലാവരുടെ വന്ന് പാട്ടൊക്കെ പാടി നല്ലൊരു ഒക്കേഷനായിരുന്നു. നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്ത് ചെറിയ ചെറിയ സ്നാക്സൊക്കെ ഓരോ വീട്ടിൽ അറേഞ്ച് ചെയ്ത് പിള്ളേർക്ക് ജ്യൂസും സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ആഘോഷിച്ചു. ഇങ്ങനെ ഇതൊന്നും ഓസികളിൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അടുത്തടുത്തുള്ള വീടുകളിലേക്ക് എല്ലാവരും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് നടന്നു പോകും. ദൂരെയുള്ള വീടുകളിലേക്ക് നമ്മൾ കാറിൽ പോകുമായിരുന്നു. അപ്പോൾ അതും നല്ല രസമാണ്. ഇങ്ങനെ ഈവനിങ്ങിൽ എല്ലാവരും സെയിം ഡ്രസ്സ് ഇട്ട് എല്ലാവരും തന്നെ ക്രിസ്മസിൻ്റെ കോസ്റ്റ്യൂം ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഇട്ട് നടന്നു പോകുന്ന കാണാനൊക്കെ നല്ല രസമാട്ടോ. എല്ലാവരും ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഒന്നിച്ച് റെഡൊക്കെ ഇട്ട് നടന്നു പോകുമ്പോൾ നല്ല രസമായിരുന്നു. ഇതുണ്ട് വണ്ടികളെല്ലാം നന്നായിട്ട്. നമ്മൾ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം വഴി നിറച്ച് ഇങ്ങനെ വണ്ടികൾ 1 by 1 ആയിട്ട് പാർക്ക് ചെയ്യുന്ന പോലെ എല്ലാവരും വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നല്ല രസമായിരുന്നു. ഇപ്പോൾ നൈറ്റിൽ വണ്ടിയെല്ലാം ഒരേ ലൈറ്റൊക്കെ ഇട്ട് പോകുന്നതാണ്. ഇത് നൈറ്റ് വ്യൂ ആണ്. നമ്മൾ 5 മണിക്ക് തുടങ്ങും. ഏകദേശം തീർന്ന് വരുമ്പോഴത്തേനും 9 മണി 10 മണി ആ റേഞ്ച് ആവും. 3 days കൊണ്ടാണ് നമ്മളിത്. എനിക്ക് തോന്നുന്നത് അറൗണ്ട് more than 150 ഹൗസ് ഉണ്ടെന്ന് തോന്നും. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേയിൽ ലാസ്റ്റ് ഹൗസിൽ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് എല്ലാവരും ആഘോഷിക്കുന്നതാണ്. പിള്ളേർക്ക് എല്ലാവർക്കും കമ്പിത്തിരിയൊക്കെ കത്തിക്കാനുള്ളൊരു ചാൻസ് അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിച്ച് എൻജോയ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോളിൽ എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഡേയിൽ. അപ്പോൾ കപ്പ ബിരിയാണി ആയിരുന്നു, പിള്ളേർക്ക് പിസ്സയും നഗറ്റ്സും. അപ്പം എല്ലാ ഗ്രൂപ്പുകാരും ഈ 150 ഹൗസുകളിൽ എല്ലാവരും തന്നെ ഓരോ ഗ്രൂപ്പായിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പാട്ടും ഫുഡും കഴിഞ്ഞിട്ട് 3 days കരോൾ അങ്ങനെ. ഞങ്ങളുടെ കലാശപ്പെട്ടാണ് 3 days കരോൾ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ സ്കൂളിൽ എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ച് ലാസ്റ്റ് ഡേ കലാശപ്പെട്ടതാണ് എന്ന് പറയുന്നത്. എല്ലാവരും കരോൾ 2 ടീമൊക്കെ വന്നിട്ട് അപ്പം ടഫ്മയുടെ കരോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.